നമസ്കാരം. നരേന്ദ്രമോദിയുടെ കൈകളിൽ ഭാരതം എപ്പോഴും സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിർണായകമായ തീരുമാനമെടുക്കുമ്പോഴും ജനങ്ങൾ കൂടെ നിൽക്കുന്നത്. ഒരു പദ്ധതിയോ ഒരു തീരുമാനമോ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചാൽ അദ്ദേഹം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പ് നല്ലപോലെ ഒരു പഠനം നടത്തുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചാൽ അത് ഏത് പ്രശ്നം വന്നാലും അത് നടത്തുക തന്നെ ചെയ്യും. രാജ്യത്തിന് ഗുണകരമാണെങ്കിൽ. മോദി സർക്കാർ എടുത്ത തീരുമാനമായിരുന്നു ആർട്ടിക്കിൾ 370 എടുത്തു കളയുക എന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370മായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന തന്നെ നടത്തിയിരിക്കുകയാണ്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: കോൺഗ്രസ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ നാഷണൽ കോൺഫറൻസ് അതിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല, അതിനാർക്കും ധൈര്യമില്ല. ജമ്മു കാശ്മീർ ജനത ഒരിക്കലും കോൺഗ്രസിനെ വിജയിപ്പിക്കില്ല എന്നത് ഉറപ്പാണ്. കോൺഗ്രസ് പാകിസ്ഥാനുമായി ഒരു അന്തർധാരാ ബന്ധമുണ്ട്. കോൺഗ്രസ് ജമ്മുവിൽ എത്തിയാൽ, അതായത് ജമ്മുവിൽ ജയിച്ചാൽ, അവിടെ പാകിസ്ഥാനുമായി സഖ്യം ഒരു കൂട്ടുചേർന്ന് ഭീകരാക്രമണം ഉറപ്പാണ്. ജനങ്ങൾക്കറിയാവുന്ന കാര്യം കൂടിയാണ്. നേരത്തെ തീവ്രവാദ കേന്ദ്രമെന്നറിയപ്പെട്ടിരുന്ന ജമ്മു കാശ്മീർ ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നേരത്തെ കാശ്മീർ താഴ്വരയിലെ നിരവധി യുവാക്കളുടെ കയ്യിൽ പിസ്റ്റളുകളും റിവോൾവറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ മാറ്റം അതിൽ വ്യത്യസ്തമാണ്. ഇന്ന് അവരുടെ കൈകളിൽ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളുമാണ് എന്നുള്ളത്. ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. 2022 ശേഷം ഒരു കല്ലേറും അവിടെ ഉണ്ടായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലുള്ളിടത്തോളം ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിലെ റംബാനിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. മോദി സർക്കാർ എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൽ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ അത്തരക്കാരോട് ഒരു കാര്യമേ പറയാനുള്ളൂവെന്നും നിങ്ങളുടെ വെറുമൊരു വ്യാമോഹം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഭരണഘടനയിൽ ജമ്മു കാശ്മീർ പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരികയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. ആർട്ടിക്കിൾ 370 ഇന്ന് ചരിത്രമായി കഴിഞ്ഞെന്ന് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെയാണ് അമിത്ഷാ പറഞ്ഞത്. കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ 14 ജമ്മു കാശ്മീരിലെത്തും. വിവിധ റാലികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കൂടാതെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക, അതായത് BJPയുടെ പ്രകടന പത്രികയും മേഖലയിലെ വികസനവും സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ത്വരിതപ്പെടുത്താനുള്ള BJPയുടെ പദ്ധതികളാണ് ഈ പ്രകടന പത്രികയിലെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്നത് മാറ്റി കാശ്മീരിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നതുൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ പത്രികയിലുണ്ട്. ഒപ്പം ഉൾഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ടാബുകളും ലാപ്ടോപ്പുകളും, വയോധികർ, വിധവകൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ പെൻഷൻ 1000 രൂപയിൽ നിന്ന് 3000 രൂപയെ ഉയർത്തും തുടങ്ങിയ വാഗ്ദാനങ്ങളും BJP പ്രകടന പത്രികയിലുണ്ട്. 2014 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനു ശേഷം ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലായിരുന്നു. നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും അതോടെ വോട്ടെണ്ണൽ വരുന്നത് ഒക്ടോബർ 4-നാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഭാരതം ഉൾപ്പെടെ സകലരും ജമ്മു കാശ്മീരിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.